8ാം ക്ലാസ്സിലെ പുതിയ ടെക്സ്റ്റ് ബുക്ക് പഠിച്ച് ഈ വർഷം ഓണം എക്സാം എഴുതാൻ വേണ്ടി പോകുന്ന എൻ്റെ വിദ്യാർത്ഥികളോട് വളരെ രണ്ട് കാര്യം മാത്രമേ നിഹാൽ സാറിന് സൂചിപ്പിക്കാനുള്ളൂ. ഒന്നാമത്തെ കാര്യം, എത്ര പേര് ടെക്സ്റ്റ് ബുക്കിനെ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ പുതിയ ടെക്സ്റ്റ് ബുക്ക് നിങ്ങളുടെ ഓണ പരീക്ഷയ്ക്ക് 8ന്റെ പണി നിങ്ങൾക്ക് തരുമോ? രണ്ട് കാര്യമാണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കുക, പുതിയ ടെക്സ്റ്റ് ബുക്കാണ്. ഒരു പുതിയ ടെക്സ്റ്റ് ബുക്ക് ഒരു കൊല്ലം ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വർഷത്തെ മുഴുവൻ കാര്യങ്ങൾ, അതായത് നിങ്ങളെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന രീതിയും ചോദിക്കുന്ന ചോദ്യങ്ങളും എല്ലാത്തിലും എൻറ്റയർ ഡിഫറെൻ്റ് ആയിരിക്കും. ഒരു പുതിയ പാറ്റേൺ ചോദ്യ പേപ്പറും ഒരു പുതിയ രീതിയിലുള്ള ക്വസ്റ്റ്യനുമായിരിക്കും നിങ്ങൾ ഈ വർഷം കാണാൻ വേണ്ടി പോവുക. ഒന്നാമത്തെ കാര്യം, ഒന്നാമത്തെ റിയാലിറ്റി, ഒന്നാമത്തെ സത്യം. രണ്ടാമത്തെ കാര്യം, പുതിയ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് പണി തരുമോ എന്നുള്ളതാണ്. പുതിയ ടെക്സ്റ്റ് ബുക്ക് പണി തരുമോ ഇല്ല എന്ന് അറിയുന്നതിന് മുന്നേ അല്ലെങ്കിൽ ഓവറോൾ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഓരോ ടെക്സ്റ്റ് ബുക്കും നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചോ, ബേസിക്കലി മാത്സിന് 5 ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. മാത്സിൽ 1-2 ചാപ്റ്റർ കുറച്ചധികം നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ബാക്കി ചാപ്റ്റേഴ്സ് വലിയ കുഴപ്പമില്ല, നിങ്ങൾക്ക് കഴിച്ചിടാം. അതുപോലെ ബേസിക് സയൻസിൽ 6 ചാപ്റ്റേഴ്സ്, അതിൽ ഫിസിക്സ് 2, ബയോളജി 2, കെമിസ്ട്രി 2. എല്ലാ ചാപ്റ്റേഴ്സും കുറച്ചധികം കാര്യമായിട്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട്. ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ നന്നായി പഠിക്കാണ്ട് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ സോഷ്യൽ സയൻസിൽ 4 ചാപ്റ്റേഴ്സ് ചോദിക്കുന്നുണ്ട്. 5ാമത്തെ ചാപ്റ്റർ ഒരു ചോദ്യം വരുന്നതൊക്കെ പറയുന്നുണ്ട്. നമുക്ക് അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് അറിയാം. എന്നാലും 4 ചാപ്റ്റർ കൺഫേംഡ് ആണ്. അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ 6 ചാപ്റ്റേഴ്സ്, 2 യൂണിറ്റുമായി 6 ചാപ്റ്റേഴ്സ് ഉണ്ട്. മലയാളം ഫസ്റ്റ് 5 ചാപ്റ്റേഴ്സ് ഉണ്ട്. മലയാളം സെക്കൻഡ് 3 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഹിന്ദി നിങ്ങൾക്ക് 5 ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. അതായത് ടോട്ടൽ നിങ്ങൾ പഠിക്കുന്ന ചാപ്റ്റേഴ്സ് 34 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഏതിന്? നിങ്ങളുടെ ഓണം എക്സാമിന്. എത്ര ദിവസം നിങ്ങൾ മുന്നിൽ ബാക്കിയുണ്ട്? 26 ദിവസങ്ങൾ നിങ്ങളുടെ മുന്നിൽ ബാക്കിയുണ്ട്. 34 ചാപ്റ്റേഴ്സ്, 26 ദിവസം നിങ്ങളുടെ മുന്നിൽ ബാക്കിയുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ പറയുന്ന 34 ചാപ്റ്റേഴ്സ് 26 ദിവസം നിങ്ങൾക്ക് പഠിച്ചു തീർക്കാൻ സാധിക്കുമോ? സാധിക്കണം. അങ്ങനെ കൃത്യമായ രീതിയിൽ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ പഠിച്ചു തീർക്കാൻ സാധിച്ചാൽ നോ ടെൻഷൻസ്, നോ വറീസ്, നിങ്ങൾ നന്നായിട്ട് നിങ്ങൾ ഓണപരീക്ഷ എഴുതാൻ വേണ്ടി സാധിക്കും. എങ്ങനെ നമുക്ക് ഈ വരുന്ന 26 ദിവസം കൊണ്ട് 34 ചാപ്റ്റേഴ്സ് പഠിച്ചു തീർക്കാം? എങ്ങനെ തീർക്കുക? നിങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ കാര്യം, നിങ്ങളെ പഠിക്കുന്ന റിവിഷൻ ടൈമാണ്. നിഹാൽ സാർ ഈ പറയുന്ന 2 കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ ടൈം നിങ്ങൾ പഠിക്കാൻ വേണ്ടി മാറ്റി വെക്കുന്ന സമയം. ഇതൊരു റിക്വസ്റ്റാണ്. നിങ്ങൾ എത്ര മണിക്കാണ് ഒരു ദിവസം എണീക്കുക, അതിനൊരൊറ്റ മണിക്കൂർ മുന്നേ നിങ്ങൾ മോർണിംഗ് എണീക്കുക. നിങ്ങൾ 7 മണിക്ക് എണീക്കുന്ന കുട്ടിയാണെങ്കിൽ ഒരു ദിവസം 6 മണിക്ക് എണീക്കുക. 6 മണിക്ക് എണീക്കുന്ന കുട്ടിയാണെങ്കിൽ ഒരു ദിവസം നിങ്ങൾ 5 മണിക്ക് ഉറങ്ങി എണീക്കുക. രാവിലെ 5 മണിക്ക് ഉറങ്ങി എണീക്കുക. രാവിലെ 5 മണി മുതൽ, അല്ലെങ്കിൽ ആ രാവിലെ ഒരു 1 hour എക്സ്ട്രാ നിങ്ങൾ ഒറ്റ മണിക്കൂർ ദിവസം നിങ്ങൾ 1 hour എക്സ്ട്രാ നിങ്ങൾ പഠിക്കാൻ വേണ്ടി മാറ്റി വെച്ചാൽ നോ ഡൗട്ട് ഈസി ആയിട്ട് ഈ പറയുന്ന ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് തീർത്താൻ വേണ്ടി സാധിക്കും. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. രാവിലെ മോർണിംഗിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്, മോർണിംഗ് 1 മണിക്കൂർ നിങ്ങൾ എക്സ്ട്രാ നിങ്ങൾ ഇതിനു വേണ്ടി മാറ്റി വെക്കുക. രണ്ടാമത്തെ കാര്യം, കൃത്യമായ ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുക. എന്താ നിഹാൽ സാർ ഈ ഷോർട്ട് നോട്ട് എന്ന് പറഞ്ഞാൽ? ഓരോ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞിട്ടും നമ്മൾ മറന്നുപോകും. നമ്മൾ മറന്നുപോകും. എത്ര ചാപ്റ്റർ എന്തൊക്കെ പഠിച്ചാൽ നമ്മൾ മറന്നുപോകും. അതെങ്ങനെ നമുക്ക് റീകോൾ ചെയ്യാൻ സാധിക്കുക? പിന്നെ നമ്മൾ റീകോൾ ചെയ്യണമെങ്കിൽ ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുക. ആ ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഓരോ ചാപ്റ്റേഴ്സും കഴിഞ്ഞ ആ ചാപ്റ്റർ നിങ്ങൾ അറിയുന്ന കാര്യം, നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ ഒരു പേജിൽ കൊതുങ്ങുന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ചെറിയ തുണ്ട് പേപ്പർ പോലെ, അല്ലെങ്കിൽ ഷോർട്ട് നോട്ട് പോലെ നിങ്ങൾ എന്ത് ചെയ്യുക? എഴുതി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? ഇത് കൃത്യമായി റീകോൾ ചെയ്യുക. ഒന്നാമത്തെ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞു, 2, 3, 4 എത്തുമ്പോൾ നിങ്ങൾ ആ ഷോർട്ട് നോട്ട് എടുത്തിട്ട് ഒന്നാമത്തെ ചാപ്റ്ററിനെ പഠിച്ച കാര്യത്തെ റിവൈസ് ചെയ്യണം, റീകോൾ ചെയ്യണം. അങ്ങനെ പഠിച്ച കാര്യത്തെ റീകോൾ ചെയ്യുമ്പോൾ ഒരു സാധനവും തലേന്ന് മറന്നുപോല, ഒരു സാധനവും നിങ്ങളൊന്ന് വിട്ടുപോല. പരീക്ഷ ആൾ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ ഓരോ ചോദ്യത്തിൻ്റെയും ഉത്തരം നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങളുടെ തലേന്ന് പുറത്തേക്ക് വരും. ഓക്കെ, അപ്പോൾ ഈ 2 കാര്യം മാത്രം നിങ്ങളത് ചെയ്തു വെക്കുക. കാരണം ഇല്ലെങ്കിൽ ഒരു സംശയം വേണ്ട, പുതിയ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് പണി തരുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ ഒരു പുതിയ സ്റ്റഡി ടൈം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക, ഒരു പുതിയ സ്റ്റഡി കൾച്ചർ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെ അത് നിങ്ങൾ റെഡി ആണെങ്കിൽ ഒരു സംശയം വേണ്ട, നല്ല മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ രീതിയിൽ പഠിച്ച് നല്ല മാർക്ക് ഞാൻ വാങ്ങും നിഹാൽ സാർ എന്ന് ഉറപ്പുള്ള ആളുകൾ നമ്മുടെ ഈ വീഡിയോക്ക് ലൈക്ക് തരിക. അതുപോലെ തന്നെ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക, നിഹാൽ സാറെ യെസ് ഐ ക്യാൻ, ഞാനത് ചെയ്യും. നിങ്ങൾ എല്ലാവരും താഴെ കമൻറ്റ് ചെയ്യുക, ഐ ക്യാൻ, എനിക്കിത് കഴിയും, ഞാൻ ഇങ്ങനെ പഠിക്കും, നല്ല മാർക്ക് ഞാൻ സ്കോർ ചെയ്യും. ഓക്കെ, അപ്പം എൻ്റെ എല്ലാ കുട്ടികൾക്കും, നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിലേക്കും എന്ത് ചെയ്യുക? ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരുപാട് ആളുകൾ ഉണ്ടാക്കി ശരിക്കും എത്ര ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട് എന്ന് പോലും അറിയാതെ തിരിഞ്ഞു കളിക്കുന്ന കുട്ടികൾ, അവർക്കൊക്കെ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ കൊടുക്കുക. എന്നാൽ എല്ലാവരും പഠിക്കാൻ വേണ്ടി പറയാം. നല്ല കുട്ടികളായിട്ട് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. നിങ്ങളുടെ ഓണപരീക്ഷയും നമ്മുടെ എജുപോണിൻ്റെ ലൈവും കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. നന്നായി പഠിക്കുക.